ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ മഹത്വം, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തത്? നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഈ സമയം ദൈവത്തിൻ്റെ അനന്തമായ കൃപ, അഭിഷേകം, ശക്തി നമ്മളുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകമായിട്ട് സങ്കീർത്തന പുസ്തകം 77:10 തിരുവചനം പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാത്തതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം. നമ്മൾ തിരുവചനങ്ങളുടെ കടന്നു പോകുകയാണെങ്കിൽ യെശയ്യായുടെ പുസ്തകം 59:1-2 തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചു. ഈ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. തുടർന്നുള്ള രണ്ടാമത്തെ വചനം നമ്മൾ ശ്രദ്ധിച്ചു, നമ്മുടെ പാപങ്ങളും നമ്മുടെ അകൃത്യങ്ങളുമാണ് ദൈവത്തിൽ നമ്മൾ മുഖം തിരിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും ഈ സമയം നമ്മൾ ഇറക്കി വെക്കണം. ഇറക്കി വെച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അവിടെ സുവിശേഷകൻ സക്കീവൂസിൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം സക്കീവൂസിനെ കുറിച്ച്, നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സക്കീവൂസിൻ്റെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ ആ ശക്തികളെക്കുറിച്ച് യേശു സുവിശേഷം പ്രസംഗിക്കുന്നതും അതോടൊപ്പം തന്നെ മുടന്തനെയും കുരുടനെയും ചെകിടനെയും അങ്ങനെയുള്ളവരൊക്കെ സൗഖ്യപ്പെടുത്തുന്നതും അനേകവരുടെ മാനസാന്തര അനുഭവങ്ങൾ സക്കീവൂസ് കേട്ടിട്ടുണ്ടാകും. അതിൽ പ്രകാരം സക്കീവൂസിൻ്റെ മനസ്സിലേക്ക് ഒരാഗ്രഹം കടന്നു വരികയാണ്, യേശുവിനെ കാണുവാൻ. യേശു തൻ്റെ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന അറിഞ്ഞ് സക്കീവൂസിന് മനസ്സിലേക്കൊരാഗ്രഹം കടന്നു വരികയാണ്, യേശുവിനെ കാണുവാൻ. ആ സമൂഹത്തിലെ ഏറ്റവും പ്രധാനിയായിരുന്ന സക്കീവൂസ് യേശുവിനെ കാണുവാൻ തിരഞ്ഞെടുത്ത വഴിയോ വേറെ ആരെയും അവൻ ചിന്തിച്ചില്ല, വേറെ ഒന്നും ചിന്തിച്ചില്ല. തൻ്റെ ഡിഗ്രി അങ്ങനെ ഒന്നും അവൻ ചിന്തിച്ചില്ല. അവൻ യേശുവിനെ കാണുവാനുള്ള അതിയായ ആഗ്രഹം കാരണം ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെല്ലാം കാണുന്ന നമ്മുടെ യേശു സക്കീവൂസിനെ വിളിക്കുകയാണ്. അവനുടനെ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് പിന്നെ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം അവൻ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുകയാണ്. അതോടുകൂടി സക്കീവൂസിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ഈ സമയം, ഈ സ്തുതി ആരാധനയുടെ നിമിഷം, എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളിത് ഇറക്കി വയ്ക്കേ. ദൈവം നിങ്ങളുടെ മേൽ അവൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ മോസസ് ദി ബ്ലാക്ക്. ഈജിപ്തിലെ ഒരു അടിമയാണ്, ഒരു കൊള്ളക്കാരനാണ്. ഒരു ദിവസം അദ്ദേഹം ഒരു മോഷണ ശ്രമത്തിനിടയിൽ പിടിക്കപ്പെടും എന്നുള്ളൊരവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ അദ്ദേഹം അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ്. ഓടി അവസാനം ഒരു മരുഭൂമിയിൽ എത്തിപ്പെട്ടു. മരുഭൂമിയിലെത്തിപ്പെട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ നടന്ന് തളർന്നു. ഒരു വെട്ടവും ഇല്ല, ഒന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇയാളിങ്ങനെ ദൂരെ കാണുകയാണ് ഒരു ചെറിയൊരു കെടാവിളക്ക്. ആ വിളക്ക് ലക്ഷ്യം വെച്ച് ഇയാൾ അങ്ങ് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അവിടെ ഇയാൾ വലിയൊരു മതിൽ കാണുന്നു. അതൊന്ന് ചാടി ഇയാൾ പുറത്തേക്ക് മതിൽ ചാടി അകത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് ഇയാൾ നോക്കുമ്പോൾ ഇയാൾ തളർന്ന അവശം അവിടെ കിടക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള കുറേ വൈദികർ, പ്രത്യേകിച്ച് നമ്മുടെ കപ്പൂച്ചിൻ അച്ഛന്മാരുടെ ഒരു ആശ്രമം മഠമായിരുന്നു അത്. അവരെല്ലാവരും കൂടെ ഇദ്ദേഹത്തിനെ പൊക്കിയെടുത്ത് നേരെ കിടപ്പ് പരിചരിക്കുകയാണ്. അങ്ങനെ ഇയാൾക്ക് ബോധം വരുമ്പോൾ കാണുന്നത് കുറേ ലോഹയൊക്കെ ഇട്ട് ഒരു ചരടൊക്കെ കെട്ടിയ കുറേ ആൾക്കാർ, ഇവിടെ കുറേ പ്രാർത്ഥനകളും കുറേ കാര്യങ്ങൾ. അപ്പോൾ അയാളുടെ രീതിയിൽ നിന്ന് വ്യഭിചാരിയും പിടിക്കപ്പെട്ടവനും ഈ മോഷണ ശ്രമമൊക്കെ നടത്തുന്ന ഈ മനുഷ്യൻ കാണുന്നത് നേരെ വിപരീതമായ ഒരു അനുഭവം. ഒരു പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാർ. അവസാനം ഇയാൾക്ക് ഭയങ്കര അസ്വസ്ഥത. എങ്കിലും അവിടുത്തെ കാര്യം, നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല, മോഷണ ശ്രമത്തിൽ പോലീസ് പിടിക്കുമെന്നുള്ള പേടി കാരണം ഇദ്ദേഹം അവിടെ പോയില്ല.
പക്ഷേ അവിടെ താമസിച്ച് അവസാനം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരാൻ തുടങ്ങി. തൻ്റെ പഴയ ജീവിതത്തിൻ്റെ എല്ലാ ആസക്തികളും, ജഡത്തിൻ്റെ, ശരീരത്തിൻ്റെ എല്ലാം, ജീവിതത്തിൻ്റെ എല്ലാം അവിടെ ഇറക്കി വെച്ചു. പിന്നെ യേശുവിന് വേണ്ടി ഓടുന്ന ഒരു മകനായി മാറി, യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറുവാനായിട്ടിടയായി. എൻ്റെ പ്രിയമുള്ള യേശുവിൻ്റെ ദൈവജനമേ, നിങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം ഒന്ന് ഇറക്കി വെച്ചുകൊണ്ട് യേശുവിൻ്റെ ശക്തി എനിക്ക് വേണം, യേശുവിൻ്റെ ശക്തമായ ഒരിടപെടൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. സക്കീവൂസിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം വേണമെന്ന് ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുക. 2 കണ്ണുകളും അടയ്ക്കുക, കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് ഈ സമയം സക്കീവൂസിനെ മാനസാന്തരപ്പെടുത്തിയ ഈശോ, വിശുദ്ധ മോസസ് ദി ബ്ലാക്ക് എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ വിശുദ്ധൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിയ അതേ ഈശോ ഇന്ന് ഇതാ ഈ ശുശ്രൂഷയുടെ സമയത്ത് നമ്മുടെ ഓരോരുടെ കൂടെയുണ്ട്. നിങ്ങളെ തൊടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അശുദ്ധി നിറഞ്ഞ പാപകരമായ മ്ലേച്ഛതകളെല്ലാം ഇത് കഴുകി വൃത്തിയാക്കി പുതിയൊരു വ്യക്തിയാക്കി നമ്മളെ മാറ്റുവാൻ കഴിവുള്ള ഈശോ ഇതാ ഇവിടെയുണ്ട്. ആ യേശുവിനെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ, ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഒന്ന് ഇറക്കി വെച്ച് മത്തായി 5:8 തിരുവചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈ സമയം ഈശോയ്ക്ക് കൊടുത്ത് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളൊക്കെ അടയ്ക്കുക. ആരെയും ശ്രദ്ധിക്കുന്നില്ല, ഞാനും എൻ്റെ ഈശോയും മാത്രമാണ് ഈ സമയം. കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് പരിപൂർണമായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുത്തോണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു വിടുതൽ, ഒരു സൗഖ്യം, യേശു നൽകുന്ന വിടുതൽ, യേശു നൽകുന്ന സൗഖ്യം നമുക്ക് വേണം. ആ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്വരമുയർത്തി വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരാ, കുറച്ചുകൂടെ സ്വരമുയർത്തി വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ. കരങ്ങൾ താഴ്ത്തി, കണ്ണുകൾ തുറന്ന്, കരങ്ങൾ അടിച്ച് നമുക്ക് പാടി ഈ സമയം ദൈവത്തെ ആരാധിക്കാം. ശക്തമായ കരങ്ങൾ അടിച്ച് എല്ലാവരും. അത്ഭുതകരമായൊരു വിടുതൽ, യേശു നൽകുന്ന വിടുതൽ, യേശു നൽകുന്ന രക്ഷ, യേശു നൽകുന്ന സൗഖ്യം നമുക്ക് വേണം. ആ ഒരു ആഗ്രഹത്തോടുകൂടി എല്ലാ മക്കളും അത്ഭുതം അത്ഭുതം എന്നേശു ചെയ്യും, വിടുതൽ വിടുതൽ എന്നേശു നൽകും. അത്ഭുതം അത്ഭുതം എന്നേശു ചെയ്യും, ചേർന്ന് പാടാമോ? വിടുതൽ വിടുതൽ എന്നേശു നൽകും. കരങ്ങൾ ഉയർത്തി അടിച്ച് എനിക്കായി ഒരു അത്ഭുതം ചെയ്യാം, വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. എല്ലാവരും ചേർന്ന് പാടാമോ? എനിക്കായി ഒരു അത്ഭുതം ചെയ്യാം, വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. കരങ്ങൾ താഴ്ത്തി 2 വശങ്ങളിലേക്കും കരങ്ങൾ അടിച്ച് വലിയ വിശ്വാസത്തോടുകൂടി എൻ്റെ ജീവിതത്തിൽ, സക്കീവൂസിന്റെ ജീവിതത്തിൽ ഇടപെട്ട യേശു എൻ്റെ ജീവിതത്തിലും ഇടപെടും എന്നുള്ള വലിയ വിശ്വാസം, ഒരു ആഗ്രഹം, യേശുവെ കാണാനുള്ള ആഗ്രഹം സക്കീവൂസിന്റെ ജീവിതം മാറ്റിമറിച്ചു. അതുപോലെ യേശുവിനെ കാണുവാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം കടന്നു വരട്ടെ. ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ആഗ്രഹിച്ച് പാടിക്കേ. യേശുവേ. സക്കീവൂസിൻ ഭവനത്തിൽ കണ്ടതല്ലയോ, രക്ഷ നേടും ഭവനമായി മാറി. ചേർന്ന് പാടാം. കരങ്ങൾ ഉയർത്തി അടിച്ച് ഇന്നെനിക്കായി ഒരു അത്ഭുതം ചെയ്യാൻ, വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. എല്ലാവരും ചേർന്ന് പാടിക്കേ. ഇന്നെനിക്കായി ഒരു അത്ഭുതം ചെയ്യാൻ, വാഗ്ദത്തം പോലെ യേശു ഇവിടെ. കരങ്ങൾ താഴ്ത്തി. അത്ഭുതം അത്ഭുതം എന്നേശു ചെയ്യും, വിടുതൽ വിടുതൽ എന്നേശു. എല്ലാവരും ചേർന്ന് പാടാമോ? അത്ഭുതം അത്ഭുതം എന്നേശു ചെയ്യും, വിടുതൽ വിടുതൽ എന്നേശു നൽകും. ഇന്നെനിക്കായി ഒരു അത്ഭുതം ചെയ്യാൻ, വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. ഇന്നെനിക്കായി ഒരു അത്ഭുതം ചെയ്യാൻ, വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? യേശുവേ എന്ന് വിളിച്ചേ.
സ്വരമുയർത്തി വിളിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഞാനായിരിക്കുന്ന എല്ലാ പാപ അവസ്ഥകളിലേക്കും ഇറങ്ങി വരണമേ ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിക്കാമോ? യേശുവേ. കരങ്ങളടിച്ച് പാപിനിയായ മറിയത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഈശോയെ, എന്റെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. നിനക്ക് പ്രിയപ്പെട്ട ഒരു മകളാക്കി മകനാക്കി എന്നെ മാറ്റണമേ ഈശോയെ. ചേർന്ന് പാടി. പാപിനിയ മറിയത്തിൽ കണ്ടതല്ലയോ ക്ഷമിക്കുന്ന സ്നേഹമതൊരത്ഭുതം. കരങ്ങൾ ഉയർത്തി അടിച്ച് ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. അത്ഭുതം അത്ഭുതം എന്നേശു ചെയ്യും. വിടുതൽ വിടുതൽ എന്നേശു നൽകും. അത്ഭുതം അത്ഭുതം എന്നേശു ചെയ്യും. വിടുതൽ വിടുതൽ എന്നേശു നൽകും. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ യേശു ഇവിടെയുണ്ട്. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെ. കരങ്ങൾ ഉയർത്തി വിളിക്കാമോ? യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചേ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒറ്റ വിളി വിളിച്ചേ യേശുവേ. കരങ്ങളടിച്ച് സമരിയ യുവതിയുടെ ജീവിതം മാറ്റിമറിച്ച ഈശോയെ, എന്റെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. നിന്റെ പ്രിയപ്പെട്ട ഒരു മകനാക്കി മകളാക്കി എന്നെ മാറ്റണമേ. നിന്റെ സമരിയ യുവതിയിൽ കണ്ടതല്ലയോ ക്രിസ്തു സാക്ഷിയായവളോ മാറി. ചേർന്ന് പാടാം. സമരിയ യുവതിയിൽ കണ്ടതല്ലയോ ക്രിസ്തു സാക്ഷിയായവളോ മാറി. കരങ്ങൾ ഉയർത്തി. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. അത്ഭുതം അത്ഭുതം എന്നേശു ചെയ്യും. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ ശക്തമായി അടിച്ച് ആടി പാടി. അത്ഭുതം അത്ഭുതം എന്നേശു ചെയ്യും. വിടുതൽ വിടുതൽ എന്നേശു നൽകും. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു എല്ലാവരും ചേർന്ന് പാടാമോ? ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. എല്ലാവരും ചേർന്ന് പാടി. വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. ഇന്നെനിക്കായൊരത്ഭുതം ചെയ്യാൻ വാഗ്ദത്തം പോലെ യേശു. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. വിളിച്ചേ. പുറപ്പാട് 22-27 തിരുവചനം പറയുന്നു, അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും. കാരണം ഞാൻ കരുണയുള്ള ദൈവമാണ്. അതേ പ്രിയമുള്ള മക്കളെ വിളിക്കാമോ? യേശുവേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവരും ചേർന്ന് പാടാമോ? ഒരത്ഭുതം ചെയ്യാൻ യേശുവേ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്.
യേശുവേ, എൻ്റെ ജീവിതത്തെ അത്ഭുതം ചെയ്യാൻ അപ്പാ വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വലിയ സ്നേഹം, യേശുവിൻ്റെ വലിയൊരു കരുണ, ഈശോയെ, യേശുവേ, ഓ ജീസസ്, യേശുവേ, യേശുവേ, ഇന്നെനിക്കായി യേശുവേ, ഒരത്ഭുതം ചെയ്യാൻ എൻ്റെ അപ്പാ, വാഗ്ദത്തം പോലെ യേശു ഇവിടെയുണ്ട്. കണ്ണുകളൊക്കെ പരിപൂർണമായിട്ട് അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. മത്തായി 5:8 തിരുവചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന നിമിഷമാണിത്. നമ്മൾ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഈശോയെ നമുക്കെല്ലാവർക്കും അറിയാം. ലൂക്കാ 22:44 തിരുവചനം പറയുന്നു, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വീർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. പ്രിയമുള്ളവരെ, എന്തിനാണ് ഈശോയുടെ വീർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണത്? യോഹന്നാൻ 19:34 തിരുവചനം പറയുന്നു, എന്നാൽ പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ പാർശ്വത്തിൽ കുത്തി, ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഒരു മനുഷ്യ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും ജലവും പോലും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട നമ്മുടെ യേശു. നീ എന്തെങ്കിലും ഈ യേശുവിനെ ഒന്ന് ധ്യാനിച്ചിട്ടുണ്ടോ? കാൽവരിയുടെ ആ നെറുകയിൽ 3 ആണികളാൽ നമുക്ക് വേണ്ടി തൂക്കപ്പെട്ട നമ്മുടെ യേശു. നമ്മൾ ക്രൂശിത രൂപത്തേക്ക് നോക്കി മനോഹരമെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഒന്ന് കണ്ണു തുറന്ന് ഒന്ന് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമ്മുടെ പച്ചയായ ശരീരത്തിൽ ഒരു മുട്ടുസൂചി കൊണ്ടാൽ നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടാകാം. എന്നാൽ ഗെത്സമേൻ തോട്ടം മുതൽ കാൽവരി വരെ യേശുനാഥൻ സഹിച്ച വാടുപീഠകൾ, വേദനകൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഒരു മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ അവൻ വിരൂപനാക്കപ്പെട്ടു. അവനെ കണ്ടവർ അമ്പരന്നു പോയി. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നീ ഇന്ന് ഓരോ പാപം ചെയ്യുമ്പോഴും യേശുവിനെ ഇതുപോലെ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഒന്ന് കണ്ണടച്ച് നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈശോയെ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളെയും നീ ഓർക്കുക ഈ സമയത്ത്. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധിയുണ്ട്, അഗാത്ത. ശരീരത്തെ പാപകരമായ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിൽ ഓട്ടുകഷ്ണം നിരത്തിയിട്ട് തീ കൊടുത്ത് അതിൻ്റെ പുറത്തിട്ട് ചുട്ടെടുത്ത വിശുദ്ധ അഗാത്ത. ആ അവസ്ഥയിൽ പോലും അവളുടെ ശരീരം പാപത്തിന് വേണ്ടി വിട്ടുകൊടുത്തില്ല. എൻ്റെ പ്രിയമുള്ള യേശുവിൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, അപ്പച്ച, അമ്മച്ചി, നീ കണ്ണടച്ച് ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. നിനക്ക് വേണ്ടി പിടഞ്ഞ, നിനക്ക് വേണ്ടി 3 ആണികളിൽ തൂക്കപ്പെട്ട് കിടക്കുന്ന ഈശോയെ ഒന്ന് നോക്കിക്കേ. നിന്റെ പാപങ്ങളെല്ലാം നീ ഒന്ന് കൊടുത്തേ. ഏതൊക്കെ അവസ്ഥയിലാണ് നീ വീണ് കിടക്കുന്നത്? അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി എന്തൊക്കെയാണോ നിൽക്കുന്നത്, അതെല്ലാം ഈ സമയം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നീ ഒന്ന് വിട്ടുകൊടുത്തേ.
യേശുവേ, എന്റെ പാപങ്ങളെല്ലാം ഞാനിതാ വയ്ക്കുന്നു. അപ്പാ, യേശുവേ, യേശുവേ, യേശുവേ. കരയാൻ തോന്നുന്ന ഈ സമയം കരഞ്ഞ് ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഞാനും എന്റെ ഈശോയും മാത്രം. അപ്പാ, യേശുവേ, കരങ്ങളുയർത്തി വിളിക്കാമോ യേശുവേ എന്ന് വിളിച്ചേ. ചങ്കുപൊട്ടി വിളിക്കാമോ യേശുവേ എന്ന് വിളിച്ചേ. നിന്റെ പാപങ്ങളുടെ മേൽ കൃപയൊടുക്കുന്ന യേശുവിനെ വിളിക്കാമോ? 1 യോഹന്നാൻ 1:7 പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കുന്ന യേശുവേ. കണ്ണുകളൊക്കെ അടയ്ക്കാം, കരകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്. എൻ്റെ പ്രിയമുള്ളവരെ, ബാറൂക്കിൻ്റെ പുസ്തകം 4:28 പറയുന്നു, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വരുവാനായിട്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കുക, ഈ സ്തുതി ആരാധനയുടെ തുടക്കം നമ്മുടെ അവസ്ഥയൊക്കെ എന്തായിരുന്നു? നമ്മുടെ പാപങ്ങൾ പൊറുത്ത, നമ്മുടെ പാപങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. തള്ളപ്പെട്ട, ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായിരുന്നു, പാപത്തിൻ്റെ ചെളിക്കുണ്ടിലായിരുന്നു ഞാൻ. എങ്കിലും എന്നെ ഒരു തിളങ്ങുന്ന മുത്താക്കി മാറ്റിയ എൻ്റെ ഈശോയ്ക്ക് ഒന്ന് നന്ദി പറഞ്ഞ, ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവേ നന്ദി എന്ന് പറഞ്ഞ് നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച ഈശോയ്ക്ക് നന്ദി പറയാമോ? കാരണം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ ഈശോയുടെ രക്തം ഇതാ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് എന്നെ പുതിയ ഒരു വ്യക്തിയാക്കി മാറ്റി. ഈശോയേ നന്ദി അപ്പാ എന്ന് മാത്രം പറഞ്ഞ്, ഈശോയേ, 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 ഈശോയേ നന്ദി പറയുന്നു. ഈശോയെ, എന്നെ വിശുദ്ധീകരിച്ച ഈശോയെ, എന്റെ പാപങ്ങളിൽ കരുണ ചൊരിഞ്ഞ ഈശോയെ, ഉള്ളിന്റെ ഉള്ളിൽ നന്ദി പറഞ്ഞ ഈശോയ്ക്ക് എല്ലാ മക്കളും ചേർന്ന് നന്ദി പറഞ്ഞേ.
യേശുവേ, യേശുവേ നന്ദി അപ്പാ. യേശുവേ,